ഹാപ്പി വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് എത്തിയെങ്കിൽ അതിൻ്റെ വ്ളോഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വൈകമോൾ നല്ല കരച്ചിലും വിഷമത്തിലൊക്കെ ആയിരുന്നേ. അപ്പോൾ എനിക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു കൂട്ടക്കരച്ചിൽ കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കരയാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോ കാത്തിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ നല്ല രീതിയിലുള്ള അടിപിടികളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ എനിക്ക് ബാംഗ്ലൂരിലോട്ട് ബസ്. ട്രെയിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഓട്ടോ വെയിറ്റ് ചെയ്യാണ്. ഓട്ടോന് ഷൊർണൂർ പോയി അവിടെ നിന്ന് തൃശ്ശൂർ ബസ്സിന് പോയി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഇപ്പോൾ സമയം. അതിൻ്റെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞനും അതുപോലെ തന്നെ നമ്മയുടെയും കളി ഇവിടെ അവസാനിച്ചിട്ടില്ല കേട്ടോ. വന്നപ്പോൾ മുതൽ ഭയങ്കര തല്ലാണ്. പോകാൻ നേരത്തെ ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ ഭയങ്കര സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു പോകാൻ നേരമായപ്പോഴേക്കും. ഇവർ രണ്ടുപേരും ഒരു ദിവസമാണ് കേട്ടോ ജനിച്ചത്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇവരെപ്പോഴും കീരിയും ബാബുവാണ് കേട്ടോ. നമുക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. എന്നോട് ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് പറഞ്ഞു, മേമ പോകണോ, എനിക്ക് വിഷമമാണ്, മേമ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്നേഹയോട് നേരെ ഓപ്പോസിറ്റാണ്. നീ പൊക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള മട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവരുടെ സ്നേഹപ്രകടനവും കെട്ടിപ്പിടുത്തവും ഉമ്മവെപ്പും കടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിനും നല്ല വിഷമമുണ്ട് കേട്ടോ. പക്ഷെ അവൾ ഒരുപാട് ബോൾഡ് ആയതുകൊണ്ട് തന്നെ അതൊന്നും പുറത്ത് കാണിക്കാറില്ല കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ അവളെയൊക്കെ കണ്ടിട്ട് പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊക്കെ ഓട്ടോ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അച്ഛനും വൈകിയും കൂടിയാണ് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നത്. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ തൃശ്ശൂർ ബസ് ഉണ്ടായിരുന്നു. അവരോടൊരു ടാറ്റ പോലും പറയാൻ പറ്റാതാണ് ഞാൻ കയറിയത് കേട്ടോ. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. പെട്ടെന്ന് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ അത് മാറാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂല്ലോ. അങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിലോട്ട് പോയി കേട്ടോ. അപ്പോൾ എൻ്റെ ബസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് 11 മണിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഏകദേശം KSRTC ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ 9:30-10 മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ പോസ്റ്റായി. പിന്നെ കുഞ്ഞിന് വിശക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വിഷമം ഉണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട്. കുഞ്ഞിന് ഭയങ്കര സങ്കടം പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ചിരി കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അവങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കുഞ്ഞൻ എന്തൊക്കെയോ എക്സ്പ്രഷൻ കാണിക്കുമ്പോൾ അവനിങ്ങനെ വായ തുറന്നിട്ടൊക്കെ ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മുടെ ബോറടിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ് ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ കുറച്ച് ലേറ്റ് ആവും, എന്നാലും ഒരു 10 മിനിറ്റൊക്കെ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റാൻഡിൽ ആ സമയത്ത്. ഇപ്പോൾ സമയം ഒരു 10:30, 10:45, 11 മണിയോട് അടുത്തെങ്കിലും നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഓറഞ്ച് ബസ്സാണ് കേട്ടോ നമ്മുടെ ബസ്. അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡിലോട്ട് വണ്ടി കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എണീറ്റു, ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ബസ്സിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിലോട്ട് കയറി നമ്മൾ അപ്പർ ബർത്തായിരുന്നു. അങ്ങനെ നമ്മൾ കയറി കിടന്നു. അടുത്ത പണി എന്ന് പറയണത് എല്ലാവരെയും വിളിച്ച് പറയേണ്ടതാണ് കേട്ടോ. അപ്പോൾ അമ്മേനെയും അച്ഛനെയും ഏട്ടനെയും ചേച്ചീനെയും ചേച്ചിമാരേനെയും അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ സേഫായിട്ട് കയറി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. മോർണിംഗ് ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് നമുക്ക് ടൈം കാണിക്കണത് അവിടെ എത്തുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ നല്ല രീതിയിൽ വിഷമമായിരുന്നേ. പിന്നെ എനിക്ക് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, കുറച്ചായിട്ട് ബസ്സിലൊക്കെ കയറുമ്പോൾ ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേമാതിരി കുറേ വീഡിയോസ്, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം ഞങ്ങൾ കുറച്ച് മൂവീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് ടൈമൊക്കെ പോയി കേട്ടോ. കുഞ്ഞൻ ഇങ്ങനെ ബസ്സിലൊന്നും കയറി കഴിഞ്ഞാൽ ഉറങ്ങാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവളെ ഞാൻ ചീത്ത പറഞ്ഞ് ഉറക്കിയാലാണ് അവൾ ഉറങ്ങുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ എടുത്ത് അവളെ ഞാൻ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ കർണാടകയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞെന്തെയും നല്ല പുതച്ചു മൂടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെയും കുറേ നേരം ഇരുന്നു. കാരണം 7:30 എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എത്തിയത് 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനിന്ന് സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വന്ന ആളാണ്, പക്ഷെ നമുക്ക് പറ്റിയില്ല. അങ്ങനെ ഏകദേശം എത്താറായപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിനെ ഞാൻ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉറക്കത്തിലായിരുന്നു ആശാത്തി കേട്ടോ. അതുകൊണ്ട് കണ്ണൊന്നും ഇങ്ങനെ മെഴിഞ്ഞു വരുന്നില്ല കേട്ടോ. അങ്ങനെ അവളെന്നെയൊക്കെ ഒന്ന് എണീപ്പിച്ചു, അവളെന്നെയൊക്കെ ഒന്ന് ഓക്കെ ആക്കി.
പിന്നെ ഏകദേശം ഒക്കെ നമ്മുടെ ഒരു സ്റ്റോപ്പിൽ എത്താറായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ലേറ്റായ കാരണം കൊണ്ട് കുഞ്ഞിന് 8:30 ആകുമ്പോഴേക്കും സ്കൂളിലെത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്ന് നടന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഒരു ഊബറൊക്കെ വിളിച്ചു നമ്മുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിലോട്ട് പോയതും വന്നതൊക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ലോകമാണ് കേട്ടോ. അത് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. അങ്ങനെ ഇനി ബാക്ക് ടു ബാംഗ്ലൂർ ലൈഫാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.